morning students. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായി അല്ലേ. കോസ്റ്റിംഗ് തുടങ്ങി, കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, അങ്ങനത്തെ ഒരു ടേംസ് പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചെറിയ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ആദ്യത്തെ മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് കോസ്റ്റിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എന്താണ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്. ഇതിൽ നമ്മൾ പറയുന്ന ടോപ്പിക്കുകൾ ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോസ്റ്റിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ് കോസ്റ്റ്, അങ്ങനെ പലതരത്തിൽ നമുക്കൊരു പ്രൊഡക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ പ്രൊഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലേ, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള കോസ്റ്റുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഓരോ തരത്തിലുള്ള കോസ്റ്റുകളും എത്രത്തോളമാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതിൽ പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിൽ പറയാനുള്ളത് കോസ്റ്റ് എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ലേ. നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളമാണോ നമുക്ക് ചിലവ് വരുന്നതെങ്കിൽ അതിനെ കോസ്റ്റ് എന്ന് പറയുന്നു. ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാലോ നമുക്ക് മൊത്തമായിട്ട് വരുന്ന എല്ലാ കാറ്റഗറി, ഇപ്പോൾ ലേബർ കൊടുത്തു, സാധനങ്ങൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, വർക്കേഴ്സിന് സാലറി കൊടുത്തു, വേജ് കൊടുത്തു, അതേമാതിരി ഇലക്ട്രിസിറ്റി ബില്ലടച്ചു, കറണ്ട് വാട്ടർ കണക്ഷൻ എന്തുണ്ടെങ്കിൽ അതിൻ്റെ ആ ബില്ലടച്ചു, അങ്ങനെ മൊത്തമായിട്ടും വരുന്ന ചിലവുകളെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. അതിൽ വരുന്നതാണ് ഏതൊക്കെ വരും, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, ഓഫീസ് കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളമാണോ എക്സ്പെൻഡിച്ചർ വരുന്നത് അല്ലെ, ചിലവ് വരുന്നത് വെച്ചെങ്കിൽ അതാണിതിൽ പറയുന്നത്. ശ്രദ്ധിക്കാം. കോസ്റ്റ് റെഫേഴ്സ് ടു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എൻക്വേർഡ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തമായിട്ടും എത്ര രൂപയാണോ ചിലവ് വരുന്നത്, എക്സ്പെൻഡിച്ചർ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് കോസ്റ്റ് എന്ന് പറയാം. ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ്. ഇനി കോസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ICMA അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്, ICMA എങ്ങനെയാണ് കോസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. Cost is the amount of expenditure incurred on or attributable to a given thing. ഒരു പ്രത്യേക സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളമാണോ എക്സ്പെൻഡിച്ചർ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കോസ്റ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, എമൗണ്ട് ഓഫ് എത്ര രൂപയുടെ ചിലവ്, എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ചിലവ് അല്ലേ. എത്ര രൂപയാണ് നമുക്കിവിടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നത്, എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ചിലവായിട്ട് അല്ലേ. അപ്പോൾ എത്ര രൂപയാണോ നമുക്ക് ചിലവായിട്ട് വരുന്നത്, എൻക്വേർഡ് ഓൺ ഓർ അട്രിബ്യൂട്ടബിൾ ടു എ ഗിവൺ തിങ്. ഒരു പ്രത്യേക സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എത്രത്തോളമാണോ ചിലവായിട്ട് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ചിലവ് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോ സാധനങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസ് അസേർട്ടൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എത്രത്തോളം, ഇപ്പോൾ സാലറി കൊടുത്തു, ഇൻഷുറൻസ് കൊടുത്തു, വേജ് കൊടുത്തു, അതൊക്കെ നമ്മൾ കുറയ്ക്കുന്നു, എക്സ്പെൻസുകൾ കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ എക്സ്പെൻസ് ആർ കോസ്റ്റ് വിച്ച് ഹാവ് ബീൻ അപ്ലൈഡ് എഗെൻസ്റ്റ് റവന്യൂ ഓൺ എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ് അല്ലേ. നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ്, എഗെൻസ്റ്റ് റവന്യൂ അല്ലാണ്ട് നമുക്ക് വരുന്ന ചിലവുകൾ. അതിന് ഉദാഹരണമായിട്ട് അറിയാം, സാലറി ഫോർ ദ പീരീഡ്, ഇൻഷുറൻസ് ഫോർ ദ പീരീഡ് എക്സെട്ര, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ റവന്യൂവിൽ നിന്ന് എത്ര രൂപയാണോ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് എത്രത്തോളം രൂപയാണ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ലോസ് എന്ന് പറയാം. ലോസ് റെഫേഴ്സ് ടു എനി എക്സ്പെൻഡിച്ചർ ഓർ സാക്രിഫൈസ് ഓഫ് റവന്യൂ വിത്തൗട്ട് റിസീവിങ് എനി ബെനിഫിറ്റ്. നമുക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടാണ്ട് എത്ര രൂപയാണ് നമ്മുടെ റവന്യൂവിൽ നിന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് റെഫേഴ്സ് ടു എനി എക്സ്പെൻഡിച്ചർ ഓർ സാക്രിഫൈസ് ഓഫ് റവന്യൂ വിത്തൗട്ട് റിസീവിങ് എനി ബെനിഫിറ്റ്.
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇനി കോസ്റ്റിനെ നമ്മൾ എങ്ങനെയായിട്ടൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് 8 പോയിൻ്റാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് 8 പോയിൻറ്റുകളാണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ഓൺ ദി എലമെൻറ്റ്സ്, ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റിനനുസരിച്ചിട്ട് ആദ്യത്തെ പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ബേസിസ്, ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വരുന്ന ബേസിക് കോസ്റ്റ് പറഞ്ഞാൽ ആദ്യം സാധനം പ്രൊഡ്യൂസ്, ഇപ്പം നമ്മളൊരു സാധനം പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം അല്ലേ. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് വരിക വെച്ചെങ്കിൽ അത് പിന്നെ ബേസിക് ആയിട്ട്. പിന്നെ വെറുതെ അത് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, എന്തായാലും വർക്കേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ലേബർ കോസ്റ്റ് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത്. ഇതൊക്കെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ചിലവുകൾ വരും, അതിനെ എക്സ്പെൻസ് എന്നും പറയുന്നു. അങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് വരും? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ്. അങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിൻ്റ്. ആ ബേസ് എലമെൻറ്റ്സിൽ വരുന്നതാണ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് വരിക വെച്ചെങ്കിൽ അത്, ലേബർ കോസ്റ്റ്, നെക്സ്റ്റ് വൺ എക്സ്പെൻസ്. പിന്നെ അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. രണ്ടാമത് പറയുന്നത് ഫങ്ഷൻ അനുസരിച്ച്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലെ എന്തൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൽ വരുന്നതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ കയ്യിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം? കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ, അതിനെ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ്, അങ്ങനെ പലതരത്തിലുള്ള ചാർജസ് അങ്ങനെ വരുമ്പോൾ വരുന്ന കോസ്റ്റ്. സെല്ലിംഗ്, വിൽക്കാൻ വരുന്ന കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ, എവിടേക്കൊക്കെയാണോ നമുക്കത് ഡെസ്പാച്ച് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വരുന്ന കോസ്റ്റ്. അതൊക്കെയാണ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ എന്നുള്ളതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിൽ വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ഒക്കെയാണ് ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയറിൽ നമുക്ക് പറയാനുള്ളത്. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ആണ് പറയാനുള്ളത്. പിന്നെ നാലാമത്തെ പോയിൻ്റാണ് ഓൺ ദി ബേസിസ് ഓഫ് ഐഡൻറ്റിബിലിറ്റി അല്ലെങ്കിൽ ട്രൈസബിലിറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഐഡൻറ്റിഫയബിലിറ്റി പറഞ്ഞാൽ അതിൽ വരുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റ്, ഏതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളതാണ് ഓൺ ദി ബേസിസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി അല്ലെങ്കിൽ ട്രൈസബിലിറ്റി എന്നുള്ളതിൽ പറയാനുള്ളത്. പിന്നെ ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റിയിൽ നമുക്ക് പറയാം കൺട്രോളബിൾ കോസ്റ്റും അൺകൺട്രോളബിൾ കോസ്റ്റ്. 2 കോസ്റ്റുകളാണ് അതിൽ പറയാനുള്ളത്. ഫസ്റ്റ് വൺ കൺട്രോളബിൾ കോസ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റിയിൽ വരുന്നതാണ് നോർമൽ കോസ്റ്റും അബ്നോർമൽ കോസ്റ്റ്. 2 കോസ്റ്റുകളാണ് നോർമാലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ നോർമൽ കോസ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അബ്നോർമൽ കോസ്റ്റാണ് പറയാനുള്ളത്. പിന്നെ ഓൺ ദി ബേസിസ് ഓഫ് ടൈമിൽ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റും പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കില്ല, ഫോർകാസ്റ്റിംഗ് അല്ലേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റാണ് അതിൽ വരുന്നത്. പിന്നെ പിന്നത്തെ 8th വന്ന ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് അല്ലേ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ, അതിൽ വരുന്നതാണ് ഒന്നിനു വേണ്ടി വേറെ ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ ഏതാ വരുന്നത് വെച്ചെങ്കിൽ സങ്ക് കോസ്റ്റ്, പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, അങ്ങനെ കുറച്ച് കോസ്റ്റുകളാണ് അതിൽ വരുന്നത് കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അങ്ങനെ 8 ഡിവിഷൻസാണ് നമുക്കിതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിനെ പറയാനുള്ളത്. അപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രത്തോളമാണോ എക്സ്പെൻഡിച്ചർ ചിലവ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വരുന്നതാണ് നമുക്ക് ആദ്യം പ്രൊഡക്ഷൻ നടത്തുമ്പോൾ മെറ്റീരിയൽസ് ഇല്ലാണ്ട് പറ്റില്ല. മെറ്റീരിയൽ വാങ്ങണം, പിന്നെ വർക്കേഴ്സ് വേണം, എക്സ്പെൻസുകൾ വരും. അങ്ങനെ ആ 3 കോസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ പഠിയാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്, ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ്, സെക്കൻഡ് വൺ ലേബർ കോസ്റ്റ്, തേർഡ് വൺ എക്സ്പെൻസസ്. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ കോസ്റ്റുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്.
On the basis of elements of cost is classified into 3. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. മെറ്റീരിയൽ കോസ്റ്റ്, അപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. അല്ലേ, മാനുഫാക്ചറിങ് ഓപ്പറേഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ വാങ്ങിക്കാനുള്ളത് വെച്ചെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വരുമെങ്കിൽ അതിനെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് പറഞ്ഞാൽ നമുക്കിത് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വർക്കേഴ്സ് വേണം. വർക്കേഴ്സിന് കൂലിയായിട്ട് നമുക്ക് എത്രയാണോ വേജസ് അല്ലെങ്കിൽ കൂലി സാലറി ആയിട്ട് എത്രയാണോ കൊടുക്കാനുള്ളതെങ്കിൽ അതിനെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നു. ലേബർ കോസ്റ്റ് റെഫേഴ്സ് ടു റെമ്യൂണറേഷൻ പെയ്ഡ് ടു എംപ്ലോയി ടു എൻ ഓർഗനൈസേഷൻ. എത്രത്തോളം റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ സാലറി അല്ലേ, അല്ലെങ്കിൽ വേജ് എത്രയാണോ കൊടുക്കുന്നത്, പ്രതിഫലം എത്രയാച്ചെങ്കിൽ അത്. ഇനി എക്സ്പെൻസസ് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റണം അല്ലേ, അതിന് നമുക്ക് ലൈറ്റ് വേണം, ഇൻഷുറൻസ് വേണം, നമ്മൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ റെൻറ്റ് വേണം, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അങ്ങനെയൊക്കെ വരുന്ന ചിലവുകളെയാണ് എക്സ്പെൻസ് കോസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. Expense cost refers to cost other than material or labor incurred by an organization, that is rent, insurance premium, salary, wage, salary wageും മറ്റേ ലേബർ കോസ്റ്റിൽ വന്നു, റെൻറ്റ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ആൻഡ് സോ ഓൺ. ഇതൊക്കെയാണ് എക്സ്പെൻസസിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 8 എണ്ണമാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനുള്ളത്. ആദ്യത്തെയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പറഞ്ഞത്. ആ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞതാണ് മെറ്റീരിയൽ കോസ്റ്റ്, രണ്ടാമത്തെ ലേബർ കോസ്റ്റ്, തേർഡ് വൺ എക്സ്പെൻസ്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ സെക്കൻഡ്, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഫങ്ഷൻ അനുസരിച്ച് ഫങ്ഷൻ, ആ സ്ഥാപനത്തിൽ എന്തൊക്കെ ഫങ്ഷൻ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക, എന്നിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കോസ്റ്റ്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന കോസ്റ്റ്, പിന്നെ അത് സെല്ലിങ്ങിനുള്ളത്, പിന്നെ ആ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അങ്ങനെ പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് ഓപ്പറേഷണൽ വിച്ച് ബിഗിൻസ് വിത്ത് സപ്ലൈയിങ് മെറ്റീരിയൽ, ലേബർ ആൻഡ് സർവീസ് ആൻഡ് ബൈ പ്രൈമറി പാക്കിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, റോ മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസും കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റിയിട്ട് പ്രൈമറി പാക്കിംഗ്, അതിന് വേണ്ടി അത്രയും വരുന്ന കോസ്റ്റ് വരുന്നതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് സീക്വൻസ് പറഞ്ഞ ഓർഡറായിട്ട് ഓഫ് ഓപ്പറേഷൻ വിച്ച് ബിഗിൻസ് വിത്ത് സപ്ലൈയിങ്. നമ്മൾ എന്തൊക്കെയാണ് സപ്ലൈ ചെയ്ത, മെറ്റീരിയൽ കൊടുത്തു, ലേബർ കൊടുത്തു, എക്സ്പെൻസുകൾ അല്ലേ, അതൊക്കെ സർവീസുകൾ, ആൻഡ് വിത്ത് എ പ്രൈമറി പാക്കിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഓൾ ഫാക്ടറി വേജസ്, ഇതൊക്കെയാണ് അതിൽ പറയാൻ പറ്റുന്നത്. പ്രോഡക്റ്റ് കോസ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് അത്രത്തോളം കോസ്റ്റ് വരുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന വേറൊരു പേരാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നും അതിനെ പറയാം. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയാണ് ചിലവ് വരിക വെച്ചെങ്കിൽ കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ കോസ്റ്റ് ഓഫ് ഫോർമുലേറ്റിംഗ്. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേഷനിൽ വരിക, ഫോർമുലേറ്റിംഗ് ദി പോളിസീസ് ഉണ്ടാക്കാൻ, ഡയറക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ, എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഡയറക്റ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനെ, കൺട്രോളിംഗ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് എൻ അണ്ടർടേക്കിംഗ്, ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ, വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ഡയറക്ട്ലി എനി പ്രൊഡക്ഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഓർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇത് ഏതുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല എന്നാണ്, വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഏതൊക്കെയായിട്ടാണ്, പ്രൊഡക്ഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഓർ അണ്ടർടേക്കിംഗ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുലേറ്റിംഗ് പോളിസി, ഡയറക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ, കൺട്രോളിംഗ് ദി ഓപ്പറേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് വേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഈസ് ദി കോസ്റ്റ്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫോർമുലേറ്റിംഗ് ദി പോളിസി, പിന്നെ ഡയറക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ, കൺട്രോളിംഗ് ദി ഓപ്പറേഷൻ ഓഫ് എൻ അണ്ടർടേക്കിംഗ്. നെക്സ്റ്റ് വൺ സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി ഇനി അതിന് വിൽക്കണ്ടേ, അപ്പോൾ വരുന്നത് സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സീക്കിംഗ് ടു ക്രിയേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ആൻഡ് സെക്യൂറിംഗ് ഓർഡേഴ്സ് അല്ലേ. It includes expenses incurred for attracting customers towards the product.
അപ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാക്കിങ്ങിലൊക്കെ പലതരത്തിലുള്ള ഡിസൈനുകൾ കൊടുക്കുക, അതൊക്കെ ഇതിൽ വരും. ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്, സെക്യൂറിങ് ഓർഡേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ഷോറൂം എക്സ്പെൻസ്, സാലറി, കമ്മീഷൻ ഓൺ സെയിൽസ്മാൻ എക്സെട്ര. അപ്പോൾ അത് സെല്ല് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള കോസ്റ്റുകളാണോ വരുന്നത് വെച്ചെങ്കിൽ അതാണ് സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ളതിൽ പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിന് അതിനെപ്പറ്റി നമ്മളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഇന്ന പ്രോഡക്റ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് നമുക്ക് ഏതൊക്കെ പറയാൻ വേണ്ടി സാധിക്കും? അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ഷോറൂം എക്സ്പെൻസുകൾ, സാലറീസ്, കമ്മീഷൻ ഓൺ സെയിൽസ്മാൻ എക്സെട്ര അല്ലേ. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തി ട്രാൻസ്പോർട്ട് കോസ്റ്റ്, വെയർഹൗസിംഗ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, അതൊക്കെയാണ് അതിൽ വരിക അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് വരിക? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ which is begins with making the packed product available for dispatch and end with make the recondition empty package if any available for reuse അല്ലേ. കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് അത് ഉപയോഗത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് വെയർഹൗസ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡ് പറയാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ കോസ്റ്റ്, സെക്കൻഡ് വൺ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, തേർഡ് വൺ സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അങ്ങനെ 4 തരത്തിലാണ് നമ്മൾ കോസ്റ്റുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ചിലവുകൾ അല്ലേ. പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ചിലവുകൾ നമുക്ക് പറയുന്നത് എന്തൊക്കെയാണ്? എന്താണ് നമ്മൾ സപ്ലൈയിങ് മെറ്റീരിയൽ, ലേബർ ആൻഡ് സർവീസ് ആൻഡ് വിത്ത് പ്രൈമറി പാക്കിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്. അതിൽ വരുന്ന കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഓൾ ഫാക്ടറി വേജസ്, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നത്. ആ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറയൂ. ഏതൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ്, ഓൾ ഫാക്ടറി വേജസ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ് വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫോർമുലേറ്റിംഗ് ദി പോളിസി, ഡയറക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ, കൺട്രോളിംഗ് ദി ഓപ്പറേഷൻ ഓഫ് ദി അണ്ടർടേക്കിംഗ്. അതിൽ വരുന്നത് ഓഫീസ് റെൻറ്റ്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ്, ഫർണിച്ചർ, ഓഫീസ് സാലറീസ്, പോസ്റ്റേജ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? ഇത് വിൽക്കാൻ കസ്റ്റമേഴ്സിനെ ഇത് അറിയിക്കണം അല്ലേ, നമ്മൾ ഇന്ന പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ഷോറൂമിൽ വരുന്ന എക്സ്പെൻസുകൾ, സാലറി ആൻഡ് കമ്മീഷൻ ഓൺ സെയിൽസ്മാൻ. അപ്പോൾ ഓരോ ഐറ്റം വിറ്റാൽ സെയിൽസ്മാൻ ഇത്ര കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് വെച്ചെങ്കിൽ സാലറീസ് ആൻഡ് കമ്മീഷൻ ഓഫ് സെയിൽസ്മാൻ എക്സെട്ര. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പറഞ്ഞാൽ വിതരണം ചെയ്യുക അല്ലേ. ഇത് കടകളിൽ എത്തിച്ച് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റുകൾ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വെയർ ഹൗസിംഗ് ചാർജസ്, പിന്നെ ട്രാൻസ്പോർട്ട് ചാർജസ്, സ്റ്റോറേജ് എക്സ്പെൻസുകൾ, പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഏതാ നമ്മൾ പറഞ്ഞ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സിനെ 3 മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. ഫങ്ഷനെ നമ്മൾ 4 ഡിവൈഡ്: പ്രൊഡക്ഷൻ, ഓഫീസ് കോസ്റ്റ്, ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. നെക്സ്റ്റ് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിനനുസരിച്ച് കോസ്റ്റിന് 2 തരത്തിലാണ് കോസ്റ്റുള്ളത്: ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അല്ലേ. എന്താ ഫിക്സഡ് കോസ്റ്റ്? എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റിൽ യാതൊരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നു. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് കോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള കാരണം അതിൽ വരുന്നത് മെഷീനറി, അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ്, സാധനങ്ങളാണ്. അപ്പോൾ ഓരോ യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ ഫിക്സഡ് അസറ്റ് മാറ്റുന്നില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരുന്നില്ലെങ്കിൽ അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നു. യൂണിറ്റിൻ്റെ എണ്ണം ഇപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് വരും. 1000-ലും കൂടുതൽ യൂണിറ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ കോസ്റ്റാണ് വരിക അല്ലേ. അപ്പോൾ യൂണിറ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കോസ്റ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ടെൻഡ്സ് ടു ബി അൺഅഫക്റ്റഡ് ബൈ വേരിയേഷൻ ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിലുണ്ടാവുന്ന വ്യത്യാസം അല്ലേ, വോളിയം ഓഫ് ഔട്ട്പുട്ടിലുണ്ടാവുന്ന വ്യത്യാസം യാതൊരു തരത്തിലും നമ്മുടെ കോസ്റ്റിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റിൽ ചേഞ്ച് വരുന്നു. അപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും 1500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും വ്യത്യാസമുണ്ട്, കോസ്റ്റിൽ ചേഞ്ച് വരും. നമുക്ക് എന്തൊക്കെ കൂട്ടണം? റോ മെറ്റീരിയൽ കൂട്ടണം, ലേബേഴ്സിനെ കൂട്ടണം, അല്ലേ, എക്സ്പെൻസുകൾ കൂടി വരും, അല്ലേ. അപ്പോൾ അത് കാരണം അതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന്. വേരിയബിൾ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ടെൻഡ്സ് ടു വാരി ഡയറക്ട്ലി ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് കോസ്റ്റിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ സെമി ഫിക്സഡ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കോസ്റ്റും കൂടി ഉണ്ട്, നോക്കുക. സെമി വേരിയബിൾ കോസ്റ്റ് ഇസ് എ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. പാർട്ട്ലി ഫിക്സഡും ആണ്, പാർട്ട്ലി വേരിയബിളും ആണ്. അതിന് ഉദാഹരണമായിട്ട് ടെലിഫോൺ ചാർജ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എക്സെട്ര, അതൊക്കെ അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് കോസ്റ്റ് പറഞ്ഞിട്ടൊരു കോസ്റ്റ് കൂടിയും പറയുന്നത്. സ്റ്റെപ്പ് കോസ്റ്റ് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിനനുസരിച്ച് കോസ്റ്റിൽ വേരിയേഷൻ സംഭവിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സൂപ്പർവൈസർ സാലറി, ഇൻസ്പെക്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ സ്റ്റെപ്പിനനുസരിച്ച് നമ്മുടെ ആ ഇതിലുള്ള ഓരോ സ്റ്റെപ്പുകൾക്കനുസരിച്ച് അങ്ങനെ പറഞ്ഞാൽ സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് വാരീസ് ഇൻ സ്റ്റെപ്സ്. Such costs remain constant by range of output that increase a fixed percentage when output increase beyond the range. അപ്പോൾ ഔട്ട്പുട്ട് വളരെ വർദ്ധിക്കുന്നതിനനുസരിച്ച് സൂപ്പർവൈസറുടെ സാലറിയിലും കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ അതിലൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അതാണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിതിൽ പ്രധാനമായും രണ്ടെണ്ണേ വേണ്ടു. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയറിൽ 2 കോസ്റ്റാണ് നമുക്ക് പ്രധാനമായും പറയാനുള്ളത്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞാൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും, അതല്ല നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് കോസ്റ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. സെമി ഫിക്സഡ് അല്ലെങ്കിൽ സെമി വേരിയബിൾ പറഞ്ഞാൽ പാർട്ട്ലി ഫിക്സഡ്, പാർട്ട്ലി വേരിയബിൾ. ഇനി സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? ഓരോ സ്റ്റെപ്പിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുന്നതിനൊക്കെ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതാണ് സ്റ്റെപ്പ് കോസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ എത്രണ്ണം കഴിഞ്ഞു? 3 എണ്ണമാണ് കഴിഞ്ഞത്. നെക്സ്റ്റ് പറയാനുള്ള ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഐഡൻറ്റിബിലിറ്റി ഓർ ട്രേസബിലിറ്റി, അല്ലേ. ഐഡൻറ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്നതാണ് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. നേരിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ ഇതിലെടുക്കുന്നു പ്രോഫിറ്റ്. അതേമാതിരി ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചിലവുകൾ ഏതൊക്കെയാണ് അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഉദാഹരണം പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, അതൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണോ ഡയറക്റ്റ്ലി ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റുക. അതിൽ വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. Indirect cost which cannot be directly identified with a product or service. These costs are general in character. Direct ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അവ ജനറൽ ഇൻ ക്യാരക്ടർ ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതിൽ വരുന്ന ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ പറയാം? സാലറി ഓഫ് മാനേജർ, റെൻറ്റ് ഓഫ് ഫാക്ടറി, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, അങ്ങനെയൊക്കെ വരുന്ന ഡയറക്റ്റ് അല്ലാതെ വരുന്നതൊക്കെ ഇൻഡയറക്റ്റ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുമ്പോൾ വേജസ്, കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, അങ്ങനെ പർച്ചേസ്, അതൊക്കെ അല്ലേ നമ്മൾ ഡയറക്റ്റിൽ എഴുതുന്നത്. ബാക്കി വരുന്ന സാലറീസ്, കാരേജ് ഔട്ട്വേർഡ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ്, അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ്. അതാണ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റി, അല്ലേ. നെക്സ്റ്റ് വൺ കൺട്രോളബിലിറ്റി ആണ് പറയുന്നത്. അതിലെ കോസ്റ്റുകളെ നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കൺട്രോളബിൾ കോസ്റ്റും സെക്കൻഡ് വൺ അൺകൺട്രോളബിൾ കോസ്റ്റും ആണുള്ളത് കേട്ടോ. Controllable cost is a cost which is influenced by the action of a specified member of an undertaking. Such costs are within control with a specified individual. ഇപ്പോൾ ആരാണോ അതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഭരണം നടത്തുന്നത് വെച്ചെങ്കിൽ അവരുടെ കൺട്രോളിലായിരിക്കും. അതിനെയാണ് കൺട്രോളബിൾ കോസ്റ്റ് പറയുന്നത്. അങ്ങനെയല്ലാത്തത് വിച്ച് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ആക്ഷൻ ഓഫ് സ്പെസിഫൈഡ് മെമ്പർ. അവരുടെ പ്രവർത്തനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ അൺകൺട്രോളബിൾ കോസ്റ്റ്. കൺട്രോളിലാണെങ്കിൽ സ്പെസിഫൈഡ് മെമ്പേഴ്സിൻ്റെ കൺട്രോളിലാണെങ്കിൽ അതിനെ കൺട്രോളബിൾ കോസ്റ്റ് എന്നും. അപ്പോൾ സ്പെസിഫൈഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ അല്ലേ ഭരണം നടത്തുക, അവരുടെയൊക്കെ കൺട്രോളബിൾ ഉള്ളതിനെ കൺട്രോളബിൾ കോസ്റ്റ് എന്നും അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നും പറയുന്നു. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റി. നോർമാലിറ്റി പറഞ്ഞാൽ നോർമാലിറ്റി ബേസിന് നോർമൽ കോസ്റ്റും ഉണ്ട്, അബ്നോർമൽ കോസ്റ്റും ഉണ്ട്. ഈ നോർമൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും നഷ്ടം സംഭവിക്കും, വേസ്റ്റേജ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഏതൊരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ കുറച്ചെങ്കിലും നമുക്ക് വേസ്റ്റേജ് ഉണ്ടാവും അല്ലേ. അങ്ങനെ വരുന്നതിന് നോർമൽ കോസ്റ്റ് എന്നും. അബ്നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന നഷ്ടം, ഇത്ര യൂണിറ്റ് നഷ്ടപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന നഷ്ടങ്ങളെയാണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നോർമൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് നോർമലി എൻകോർഡ് ഓൺ എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ എ നോർമൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ നമുക്ക് എന്തായാലും ഇത്ര രൂപ നഷ്ടം സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതിനെ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നു. അബ്നോർമൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് നോർമലി എൻകോർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കുണ്ടാകുന്ന നഷ്ടത്തിനെയാണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ കോസ്റ്റിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. സമയത്തിനനുസരിച്ച് ടൈമിന് അതിൽ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ പറഞ്ഞാൽ പാസ്റ്റ് കാര്യം, കഴിഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് അല്ലേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് അസർട്ടൈൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ എൻക്വയർഡ്. കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത്രയാണ് കോസ്റ്റ് അറിയുന്നത്. അതിനെയാണ് പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ. പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുക. നമുക്ക് എത്രയാണോ ചിലവ് വരുന്നത് വെച്ചെങ്കിൽ ആ കോസ്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് എൻക്വയർഡ് വിച്ച് ഈസ് അസർട്ടൈൻ ബിഫോർ ഇറ്റ് ഈസ് എൻക്വയർഡ്. അല്ലെ, മുന്നേ ആയിട്ട് നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി പറയാം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ ഇത്രത്തോളം രൂപ കോസ്റ്റ് വരും എന്നുള്ള കാര്യം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. ഇനി ഇത്രയാണ് 7 പോയിന്റ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞിട്ട് അടുത്ത 8ാമത്തേലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അല്ലേ. ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വരുന്നതാണ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസസ്. അങ്ങനെ 3ആയിട്ടാണ് ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നമുക്ക് പറയാനുള്ള മെറ്റീരിയൽ, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ അനുസരിച്ച് കോസ്റ്റുകളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓൺ ദി ബേസ് ഓഫ് ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അങ്ങനെ 4 ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷനിൽ വരുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും. അതിൽ സെമി ഫിക്സഡ് കോസ്റ്റ്, സെമി വാരിയബിൾ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒന്ന് സ്റ്റെപ്പ് കോസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഐഡൻറ്റിബിലിറ്റി അല്ലെങ്കിൽ ട്രേസബിലിറ്റി അല്ലേ. അതിൽ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റുമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റി അല്ലേ. കൺട്രോളബിലിറ്റിയിലെ കൺട്രോൾ കോസ്റ്റും അൺകൺട്രോളബിൾ കോസ്റ്റുമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റി. അതിൽ വരുന്നതാണ് നോർമൽ കോസ്റ്റും അബ്നോർമൽ കോസ്റ്റുമാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈം ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, സമയത്തിൽ അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഉണ്ട്, പ്രീ ഡിറ്റർമിൻ കോസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇനി നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് കോസ്റ്റ് തീരുമാനിക്കുന്നത്? മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു വേണ്ടി നമ്മൾ വേറൊന്ന് സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് എ കോസ്റ്റ് റിലേറ്റിംഗ് ടു ദ സാക്രിഫൈസ് മെയ്ഡ് ഓർ ബെനിഫിറ്റ് ഫോർ ഗോൺ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. സങ്ക് കോസ്റ്റ് ഈസ് എൻക്വയർഡ് ഇൻ ദ പാസ്റ്റ് വിച്ച് ഹാസ് നോ ഇഫക്റ്റ് ഓൺ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല. ഇറ്റ് ഹാസ് ദി എമൗണ്ട് സങ്ക് ഇൻ ദ ബിസിനസ് ഈസ് നോട്ട് റിക്കവറബിൾ. നമുക്കിപ്പോൾ എന്തെങ്കിലും സങ്ക് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാശ് നമുക്ക് റിക്കവറബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, അറ്റ് ദി ടൈം ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പ്ലാൻ ഈസ് റിട്ടേൺ ഡൗൺ വാല്യൂ ലെസ് എനി സ്ക്രാപ്പ് വാല്യൂ ഈസ് എ സങ്ക് കോസ്റ്റ്. ഇനി അടുത്തതാണ് നോഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ്. ഹൈപ്പോത്തറ്റിക്കൽ പറഞ്ഞാൽ അനുമാനത്തിലൂടെ വരുന്നതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ടഡ് കോസ്റ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ. പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ഈസ് ക്യാഷ് ഇൻ ടു ദി ഔട്ട്സൈഡേഴ്സ് അല്ലേ. ക്യാഷ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്നതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷട്ട് ഡൗൺ കോസ്റ്റ്. ഇനി ഷട്ട് ഡൗൺ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഈസ് ടു ബി എൻകോർഡ് ഈവൺ ഇഫ് ദ പ്ലാൻ ഷട്ട് ഡൗൺ ഫോർ എ ടെമ്പററി പീരീഡ്. താൽക്കാലികമായിട്ട് നമ്മുടെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഒന്ന് റീപ്ലേസ് ചെയ്ത് നമ്മൾ വേറൊന്ന് വാങ്ങുക അല്ലേ. അപ്പോൾ അതാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റീപ്ലേസിങ് ആൻ അസറ്റ് ഓർ മെറ്റീരിയൽ പർച്ചേസിങ് ഫ്രം ദി. റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതുത് വാങ്ങിക്കുക, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്.
പിന്നെ നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് റെഫേഴ്സ് ടു ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു കോഴ്സസ് ഓഫ് ആക്ടിവിറ്റീസ്. പിന്നെ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇൻക്രീസ് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളമാണോ കോസ്റ്റ് വരുന്നതെങ്കിൽ അതിനെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് ആണ്. ഇന്ന സ്റ്റാൻഡേർഡ് നമുക്ക് വേണം, എത്രയാണ് വരിക എന്ന് നമ്മൾ മുൻകൂട്ടി പ്രീ ഡിറ്റർമിൻ ചെയ്യുന്ന കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള കോസ്റ്റുകളൊക്കെയാണ് ഇതൊക്കെയാണ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ, പിന്നെ നമ്മൾ സങ്ക് കോസ്റ്റ്, പാസ്റ്റ് ഇൻഫോർമേഷനെ ബേസ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ്, ഓരോ അനുമാനത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലേ, വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ. പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു വിച്ച് ഈസ് പെയ്ഡ് ഇൻ ക്യാഷ് ടു ദി ഔട്ട്സൈഡേഴ്സ്. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളമാണോ കോസ്റ്റ് വരുന്നതെങ്കിൽ അതിനെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് റെഫേഴ്സ് ടു ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ ടു കോഴ്സസ് ഓഫ് ആക്ടിവിറ്റീസ്. പിന്നെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് അല്ലേ, നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളമാണോ കോസ്റ്റ് വരുന്നതെങ്കിൽ അതിനെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ പ്രീ ഡിറ്റർമിൻ കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കൺവേർഷൻ കോസ്റ്റ് ആണ് പറയുന്നത്. കൺവേർഷൻ കോസ്റ്റ് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക അല്ലേ, നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അതിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളമാണോ കോസ്റ്റ് വരുന്നതെങ്കിൽ അതിനെ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ റെലവൻറ്റ് കോസ്റ്റ് വിച്ച് ഹാസ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ മാനേജ്മെൻറ്റിനെ കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനൊക്കെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റ്പോണബിൾ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ക്യാൻ ബി പോസ്റ്റ്പോൺ ഫോർ എ ഫ്യൂച്ചർ പീരീഡിലേക്ക് നീട്ടിവെക്കുന്ന കോസ്റ്റുകളെ പോസ്റ്റ്പോൺമെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ 8 തരത്തിലാണ് കോസ്റ്റ് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ, ബിഹേവിയർ ആൻഡ് വാരിയബിലിറ്റി, ഐഡൻറ്റിബിലിറ്റി ആൻഡ് ട്രേസബിലിറ്റി, controllability, normality, time of ascertaining cost, relevance to managerial decision making. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കുക, നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റിങ്ങിൽ എങ്ങനെയൊക്കെയാണ് കോസ്റ്റുകളെ എങ്ങനെയൊക്കെയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, എലമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നമുക്ക് പറയുന്നത് എന്താ വെച്ചെങ്കിൽ കോസ്റ്റിൽ 3 ആയിട്ടാണ്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. നമുക്കറിയാം അല്ലേ, കോസ്റ്റിനെ നമ്മൾ പ്രധാനമായിട്ടും ഓൺ ദി ബേസിസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് അല്ലേ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ, ലേബർ, അപ്പോൾ കോസ്റ്റിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. മെറ്റീരിയൽ തന്നെ 2 തരത്തിലുണ്ടാവും, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ലേബർ തന്നെ 2 തരത്തിൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ അല്ലേ. അതേമാതിരി എക്സ്പെൻസ് തന്നെ 2 തരത്തിൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. അങ്ങനെയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ 3 കൂടി കൂട്ടിയാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂട്ടിയാൽ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വരുന്നത് മെറ്റീരിയൽ വരും, ലേബർ വരും, എക്സ്പെൻസ് വരും അല്ലേ. അപ്പോൾ മെറ്റീരിയലിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും അല്ലേ. ലേബർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ ഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂട്ടിയാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയുന്നത്? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ, അതിപ്പോൾ ഇതന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം. മെറ്റീരിയൽ റെഫേഴ്സ് ടു
തിങ്സ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ ആർട്ടിക്കിൾ ഓർ പ്രൊവൈഡിങ് എ സർവീസ് അല്ലേ. അപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് യൂസ്ഡ് ഫോർ ഒരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ are those material which can be identified with a product or job. Such a material can be conveniently measured and charged to a particular job. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മേടിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി ഡിഫൈൻ ICMA പ്രകാരം ഡയറക്റ്റ് മെറ്റീരിയലിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ എത്രത്തോളം പ്രൊഡക്ഷന് വേണ്ടി ഇത്രത്തോളം മെറ്റീരിയൽസ് ആണ് വേണ്ടത് വെച്ചെങ്കിൽ അത് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്കും കോസ്റ്റ് യൂണിറ്റിലേക്കും ഒക്കെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, മെറ്റീരിയൽ സ്പെഷ്യലി പർച്ചേസ്ഡ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്, പിന്നെ പാർട്ട്ലി ഫിനിഷ്ഡ് ഐറ്റം ട്രാൻസ്ഫർ ടു വൺ പ്രോസസ് ടു അനദർ, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ വിത്ത് എ പ്രോഡക്റ്റ്, ഒരു പ്രത്യേക പ്രോഡക്റ്റിനോ ജോബിനോ അല്ലായിട്ട് മാറ്റാതെ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ ജോബ് അല്ലേ. Indirect material cost can be defined. Material cost which cannot be allocated but which can be apportioned or absorbed by cost centers and cost unit. അപ്പോൾ എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ഓർ അബ്സോർബ്ഡ് ബൈ, എന്താ പറയുന്നത് വെച്ചെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് അലോക്കേറ്റഡ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് അല്ലേ. ഇതാണെന്നുണ്ടെങ്കിലോ മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അതിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നതാണ് ലൂബ്രിക്കൻ്റ് ഓയിൽ, കോട്ടൺ വേസ്റ്റ് എക്സെട്ര, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ലേബർ ആണ് പറയുന്നത്. ലേബറിനെയും നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ലേബറുണ്ട്, ഇൻഡയറക്റ്റ് ലേബറുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. ലേബർ റെഫേഴ്സ് ടു വർക്ക് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഈസ് ലേബർ കോസ്റ്റ് അല്ലേ. അപ്പോൾ വർക്ക് ചെയ്യുന്നതിന് വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ആ ലേബർ രണ്ട് തരത്തിലാണ്, ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ അലോക്കേറ്റഡ്, ഇത്രയും രൂപയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റേത് എന്ത് ചെയ്യുന്നില്ല? കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്, കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ഓർ അബ്സർവ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റർ ഓർ യൂണിറ്റ്. അതിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എക്സ്പെൻസ്. എക്സ്പെൻസ് പറഞ്ഞാൽ മൊത്തം ചിലവ് എത്രയാണ്? രണ്ട് തരത്തിലാണ് എക്സ്പെൻസിൽ, ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും അല്ലേ. അപ്പോൾ എക്സ്പെൻസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും, ഇൻഡയറക്റ്റ് ആണെങ്കിലോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്, അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നമ്മൾ പറഞ്ഞത്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് അടുത്ത ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അതിൽ മെറ്റീരിയലിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ലേബറിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. അപ്പം ഈ ഡയറക്റ്റ് വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇവ കൂടിച്ചേർന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നു. ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്? എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങി കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് അല്ലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് 8 എണ്ണം പറഞ്ഞു. പിന്നെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നമുക്ക് പ്രധാനമായും മെറ്റീരിയലും ലേബറും എക്സ്പെൻസും ആണ്. ആ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ചേർന്നതിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നു. ഇത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ശരി, ഓക്കെ.